Hi dear students, microeconomics നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഇൻപുട്ട് മാർക്കറ്റുകളിലേക്ക് ലൈക്ക് കമോഡിറ്റീസ് മാർക്കറ്റിൽ നിന്ന് ഇൻപുട്ട് മാർക്കറ്റുകളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻപുട്ട് മാർക്കറ്റിനകത്ത് എങ്ങനെയാണ് ഒരു പ്രൈസിങ് നടത്തുന്നത്, ഇൻപുട്ട് പ്രൈസിങ് നടത്തുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഡിമാൻഡ് കർവ് ഡിറ്റർമിനേഷൻ പ്രധാനമായിട്ടും 2 കേസസിലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ എ സിംഗിൾ വാരിയബിൾ ഇൻപുട്ട്. ഓക്കെ, ഒരു സിംഗിൾ വാരിയബിൾ ഇൻപുട്ട് നിലനിൽക്കുന്ന ഒരു ഫേമിനകത്ത് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഒന്നാമതായിട്ട് പഠിക്കുന്നത്. രണ്ടാമതായിട്ട് പഠിക്കുന്നത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ സെവറൽ വേരിയബിൾ ഇൻപുട്ട്സ്. ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഇൻപുട്ടുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ ഫാക്ടർ മാർക്കറ്റ് ഇൻ എ സിംഗിൾ വാരിയബിൾ ഇൻപുട്ട് മോഡൽ. ഓക്കെ, ഒരു സിംഗിൾ വാരിയബിൾ ഇൻപുട്ടാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. വെൽക്കം ടു ദിസ് സെഷൻ. ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം ഫോർ എൻ ഇൻപുട്ട്. ഡിമാൻഡ് കർവ് ഓഫ് ദ ഫേം ഫോർ വൺ വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എടുക്കുന്ന സമയത്ത് അത് 2 രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വേരിയബിൾ ഇൻപുട്ട് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫാക്ടർ മാത്രം വേരിയബിൾ ആയിരിക്കുമ്പോൾ ആ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്, അതേപോലെ തന്നെ ഈ സെവറൽ വേരിയബിൾ ഇൻപുട്ടുകൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവിൽ എന്ത് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു 2 രീതിയിലാണ് ഈ ഒരു ഡിമാൻഡ് കർവ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഈ ഡിമാൻഡ് കർവ് ഓഫ് ദ ഫേം ഫോർ വൺ വേരിയബിൾ ഇൻപുട്ട്, ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ആ ഒരു ഫേമിൽ ഒരു വേരിയബിൾ ഫാക്ടർ മാത്രമാണ്, ഫാക്ടർ ഇൻപുട്ടും സെയിം ആണെന്ന് അറിയാലോ, ഫാക്ടറും ഒരു വേരിയബിൾ ഫാക്ടർ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, ദ ഡിമാൻഡ് ഫോർ എൻ ഇൻപുട്ട് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഡിമാൻഡ്, ഇൻപുട്ടിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഡിമാൻഡ്. അതായത് ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡിൽ വരുന്ന വ്യത്യാസം സ്വാഭാവികമായിട്ടും ആ ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ ഡിമാൻഡിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഇപ്പോൾ ചെരുപ്പ് അല്ലേ, ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നമ്മളിപ്പോൾ അതിനൊരു ഫാക്ടർ ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഒരു ലേബർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചെരുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര തൊഴിലാളികളെ ഉപയോഗിക്കുന്നു, തൊഴിലാളികളുടെ അളവ് വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചെരുപ്പിൻ്റെ വിലയും വർദ്ധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ചെരുപ്പിൻ്റെ ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപയോഗിക്കുന്ന ഇൻപുട്ടിൻ്റെ ഡിമാൻഡിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചെരുപ്പിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു കമ്പനി, ആ ഒരു ഫേം ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അഡീഷണൽ ലാഭമൊന്നും ലഭിച്ചോളുന്നില്ല അല്ലേ. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ അതിലുപയോഗിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ അളവിലും കുറവ് സംഭവിക്കും. അപ്പോൾ എന്താണ്, ഈ ഒരു ഫാക്ടർ ഡിമാൻഡിൽ കുറവ് സംഭവിക്കും. അതുകൊണ്ടാണ് ഒരു ഇൻപുട്ടിൻ്റെ, ഒരു ഫാക്ടറിൻ്റെ ഡിമാൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡാണെന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ഇൻപുട്ടിൻ്റെ ഡിമാൻഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, then firms demand factors of production to produce final goods and services, and the demand for a factor is influenced by the conditions in the market or final goods and services. That is, we said, ഓക്കെ, അതായത് ഒരു മാർക്കറ്റിലെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഫാക്ടറിൻ്റെ ഡിമാൻഡ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഈ ഒരു ഫാക്ടറിൻ്റെ ഡിമാൻഡിനെ എന്താണ്, ഈ ഒരു കമോഡിറ്റി ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, since the objective of the firm is the maximization of profit, it will hire a factor as long as it adds more to total revenue than total cost. Okay, ഒരു ഫേമിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെന്ന് വിചാരിക്കാം.
It will hire a factor as long as it adds more to total revenue than total cost. അപ്പോൾ ഒരു ഫേമിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ റവന്യൂവിൽ വർധന ഉണ്ടാവുന്ന കാലം അത്രയും എന്താണ് ആ ഒരു ഫേം കൂടുതലായിട്ട് ഫാക്ടർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. If labor is the variable factor, the firm will hire an additional worker if the additional revenue from the output of workers' labor is greater than its cost. അതായത് ചിലവിനേക്കാൾ കൂടുതലായിട്ട് റവന്യൂ ഒരു ലേബറിനെ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫേമിൽ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫേം തയ്യാറാവും. ഓക്കെ. അത് സ്വാഭാവികമായിട്ട് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് ലേബർ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ലാഭം പരമാവധി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും കൂടുതൽ വർക്കേഴ്സിനെ അവിടെ ഉപയോഗിക്കും. ഓക്കെ. അതേസമയം ലാഭം കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയേഴ്സിനെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഓക്കെ. ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. The additional revenue from an incremental unit of labor is known as the marginal revenue product of labor and is denoted as MRPL. Okay. അതായത് ഒരു ലേബർ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ അധികമായിട്ട് ലഭിക്കുന്ന മാർജിനൽ റവന്യൂ. ഓക്കെ. അതായത് അധികമായിട്ട് ലഭിക്കുന്ന റവന്യൂ അതിനെയാണ് എന്ന് പറയുക മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒരു ലേബർ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഫേമിന് അഡീഷണലായിട്ട് എത്ര റവന്യൂ ലഭിക്കുന്നു, ദാറ്റ് ഈസ് മാർജിനൽ റവന്യൂ എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് കാൾഡ് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അത് ഡിനോട്ട് ചെയ്യുന്നത് MRPL എന്ന് പറയുന്ന ടേമിലാണ്. ഓക്കെ. Then the cost of an incremental unit of labor is the wage rate. Thus, it is profitable to hire more labor if the marginal revenue product of labor is at least as the large as the wage rate W. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് ലേബറിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലേബറിന് കൊടുക്കുന്ന വേജ് റേറ്റാണ് W എന്ന് പറയുന്നത്. അതായത് ലേബറിൻ്റെ ചിലവാണ് വേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേജ് റേറ്റ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് കുറയും അല്ലേ. അപ്പോൾ ഈ ഒരു ഹയർ മോർ ലേബർ ഇഫ് ദ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് അറ്റ് ലീസ്റ്റ് ആസ് ലാർജ് ആസ് ദ വേജ് റേറ്റ് W. ഓക്കെ. അതായത് ആ ഒരു ഫേമിന് എപ്പോഴാണ് പ്രോഫിറ്റബിൾ ആവുക? ഈ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് വളരെയധികം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ എന്താണ് കുറവ് എത്ര മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ആ ഒരു ഫേമിന് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ അഡീഷണൽ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദ അഡീഷണൽ യൂണിറ്റ് ഓഫ് the input by the additional revenue from an extra unit of output. Okay. Marginal revenue product എങ്ങനെയാണ് കിട്ടുന്നത്? It is obtained by multiplying the additional output obtained from the additional unit of input. അതായത് ഒരു യൂണിറ്റ് ഇൻപുട്ട് അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് ലഭിക്കുന്നു അല്ലേ, ആ ഒരു ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. Then we will obtain the marginal revenue product by the additional revenue from an extra unit of output. ഓക്കെ. അതായത് അഡീഷണൽ ആയിട്ട് എത്ര റവന്യൂ കിട്ടുന്നുണ്ടോ അതിന് അഡീഷണൽ എത്ര ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ അതിനുള്ള ഫോർമുല നമുക്ക് ഇതിന് ശേഷം നമുക്ക് കാണാം. If labor is the variable factor, the additional output is given by the marginal product of labor and the additional revenue by the marginal revenue. Then marginal revenue product of labor ആണ് ഇവിടെ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് തുല്യ? ദാറ്റ് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു മാർജിനൽ റവന്യൂ. Then in a competitive output market, a firm will sell all its output at the market price P. ഓക്കെ. അതായത് മാർക്കറ്റ് പ്രൈസ് കമ്പോള വില എത്രയാണോ അതിനായിരിക്കും ആ ഒരു ഫേം അവരുടെ ഔട്ട്പുട്ട് മുഴുവനായിട്ടും വിൽപ്പന നടത്തുക. Then the marginal revenue from the sale of an additional unit of output is then equal to P. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവരുടെ ആ ഒരു ഫേമിൻ്റെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസിനോട് തുല്യമായിരിക്കും. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനൊക്കെ പഠിച്ച സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൈസിനോട് തുല്യമാണ്. In this case, the marginal revenue product of labor is equal to the marginal product of labor times the price of the product. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു പ്രൈസ് ആണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് നോൺ ആസ് ദ വാല്യൂ ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് VMP. Then the value of marginal product is net addition to total revenue attributable to the addition of the one unit of the variable factor.
വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് VMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ നെറ്റ് അഡീഷൻ ടു ടോട്ടൽ റവന്യൂ attributable to the addition of 1 unit of the variable factor. വേരിയബിൾ ഫാക്ടർ അധികമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ ടോട്ടൽ റവന്യൂവിൽ എത്ര വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് കാൾഡ് ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു MPL, ദാറ്റ് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു മാർജിനൽ റവന്യൂ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, then that is equal to marginal product of labor into price. Marginal revenue is also equal to price. Then that is equal to എന്താണ് value of marginal product. ഓക്കെ, അത് എന്തിനോട് തുല്യമാണ്? വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റിനോട് തുല്യമായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബർ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ എത്ര വർധനവ് ഉണ്ടായിട്ടുണ്ടോ അതിനെയാണ് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബർ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ എന്ത് വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയും. ദെൻ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? മാർജിനൽ റവന്യൂ കൊണ്ട് മൾട്ടിപ്ലൈ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സീമാന്ത വരുമാനമാണ്. ഒരു യൂണിറ്റ് അധികം ലേബർ ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള വർധനവിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻറ്റു മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റിനോട് തുല്യമാണ്. അതെന്തിനോട് തുല്യമായിരിക്കും? വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റിനോട് തുല്യമായിരിക്കും. ഓക്കെ, then the marginal revenue product of labor curve shows the quantities of a single variable factor that the firm would hire at various prices. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കർവ് എന്തായിരിക്കും കാണിക്കുന്നുണ്ടാവുക? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ ഫാക്ടർ ദാറ്റ് ദ ഫേം വുഡ് ഹയർ അറ്റ് വേരിയസ് പ്രൈസ്. അതായത് വിവിധ വിലയ്ക്ക് ആ ഒരു ഫേം എത്ര വേരിയബിൾ ഫാക്ടർ വാങ്ങിക്കുന്നു. ഇവിടെ വേരിയബിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലേബറാണ്. വിവിധ വിലയ്ക്ക് ലേബർ എത്ര പർച്ചേസ് ചെയ്യുന്നു, എത്ര ഹയർ ചെയ്യുന്നു, എത്ര അവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കാണിക്കുന്നത്. ഓക്കെ, thus the marginal revenue product of labor curve is the firm's demand curve for the variable input in a perfectly competitive market. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കർവ് എന്ന് പറയുന്നത് ആ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവാണ്. അതായത് ലേബർ എത്ര പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ്, ലേബറിൻ്റെ ഡിമാൻഡ് കർവാണ് എന്ത് കാണിക്കുന്നത്? മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ thus the marginal revenue product of labor curve is the firm's demand curve for the variable input in a perfectly competitive market. The marginal revenue product curve is the downward sloping curve because of the operation of law of diminishing returns. Okay, അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. അതായത് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കും തോറും അവിടെ എന്താണ് പ്രൊഡക്റ്റുകളുടെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ എന്താണ് ഔട്ട്പുട്ട് കൂടുന്തോറും വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഇൻപുട്ടിൽ എന്താണ് കുറവ്, ഫാക്ടറിൽ കുറവ് സംഭവിക്കാം. സോ ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. as the market price of the variable factor declines. Okay, market price of variable factor declines. Here variable factor is labor. അപ്പോൾ ലേബറിൻ്റെ വില കുറഞ്ഞു, അതായത് വേജ് റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ദ ഫേംസ് വിൽ എംപ്ലോയ് മോർ യൂണിറ്റ്സ് ഓഫ് ദ ഫാക്ടർ. അതങ്ങനെ തന്നെയാണല്ലോ. വേജ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ലേബേഴ്സിനെ എന്ത് ചെയ്യും? ഈ ഫേം എംപ്ലോയ് ചെയ്യിപ്പിക്കാനായിട്ട്, വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് തയ്യാറാവും. A firm will hire additional unit of an input so long as the additional revenue gained from the sale of resulting output is at least equal to the additional cost of the last unit of the input employed. Okay, അപ്പോൾ ഇത്തരത്തിൽ ഈ കൂടുതൽ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യിപ്പിക്കാനായിട്ട് ഫേം തയ്യാറാവുന്നതിൻ്റെ മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? That is additional revenue gained from the sale of the resulting output is at least equal to the additional cost of the last unit of the input. അല്ലേ? അതായത് ഈ ഇൻപുട്ടിൻ്റെ പ്രൈസും, ഇൻപുട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ചിലവ് അല്ലേ, കോസ്റ്റ്, ആ കോസ്റ്റും അതുപോലെ തന്നെ അഡീഷണൽ റവന്യൂ, ഔട്ട്പുട്ട് വിൽപ്പന നടത്തുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അഡീഷണൽ റവന്യൂവും തുല്യമാവുന്ന പോയിന്റ് വരെ ഇത്തരത്തിൽ എന്ത് ചെയ്യും? ഈ ഒരു വേരിയബിൾ ഇൻപുട്ട് എംപ്ലോയ് ചെയ്യാനായിട്ട് ഫേം തയ്യാറാവും. ഓക്കെ, then the additional cost of hiring an input is called marginal expenditure, which is equal to the price of the input if the firm is a perfect competitor in the input market. ഓക്കെ, അഡീഷണൽ കോസ്റ്റ് ഓഫ് ഹയറിങ് ഇൻപുട്ട് എന്ന് പറയുന്നത് മാർജിനൽ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഒരു ഇൻപുട്ട് അധികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടുന്ന ചിലവിനെയാണ് അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്.
വിച്ച് ഈസ് ഈക്വൽ ടു ദ പ്രൈസ് ഓഫ് ദ ഇൻപുട്ട്. ദാറ്റ് ഈസ് ദ പ്രൈസ്, അതായത് ഒരു ഇൻപുട്ട് ഫാക്ടറിൻ്റെ വില എത്രയാണോ അതിനെയാണെന്ന് പറയും മാർജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇഫ് ദ ഫേം ഈസ് എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റർ ഇൻ ദ ഇൻപുട്ട് മാർക്കറ്റ്. Perfect competition is the input market means that the firm is a price taker. ഓക്കെ, അതായത് ഇൻപുട്ട് മാർക്കറ്റിനകത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് നിലനിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീസ് എ പ്രൈസ് ടേക്കർ. മാർക്കറ്റ് വില എന്താണോ എന്ന് നിശ്ചയിക്കുന്നു, ആ വിലയ്ക്ക് വാങ്ങാനായിട്ട് ഫേംസ് തയ്യാറാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇൻപുട്ടിൻ്റെ പ്രൈസ് മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് സ്വീകരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ഫേംസ് തയ്യാറാവുന്നത്. സോ ദ ഫേംസ് അണ്ടർ പെർഫെക്റ്റ് competition in the input market is a price taker. This means that the firm can hire any amount of input at the given market price for the input. ഓക്കെ, അതായത് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനനുസരിച്ച് ഈ ചേഞ്ചസ് ഇൻപുട്ടിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ഈ ഒരു ഫേമുകൾക്ക് സാധിക്കും. Thus the firm faces an infinitely elastic or horizontal supply curve for the input. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കാണാൻ സാധിക്കും എന്താണ് ഈ ഫേമുകളുടെ മുന്നിൽ എന്താണ് ഈ ഹൊറിസോണ്ടൽ സപ്ലൈ കർവ്. ഇൻപുട്ടിൻ്റെ കാര്യത്തിൽ ഹൊറിസോണ്ടൽ സപ്ലൈ കർവ്, അതവിടെ പ്രൈസ് ഏകദേശം ഫിക്സഡ് ആയിരിക്കും. ആ പ്രൈസ് ഫിക്സഡ് ആവുന്ന സമയത്ത് എന്താ ധാരാളം ലേബേഴ്സ് അവിടെ ലഭ്യമായിരിക്കും. സോ ദർ ഈസ് ആൻ ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ഓഫ് ദ ഇൻപുട്ട്. So the diagrammatical representation is here. അതിന് മുൻപായിട്ട് as long as the marginal revenue product of labor is greater than the wage rate, the firm should hire an additional unit of labor. Okay, marginal revenue product of labor is greater than the wage rate. Wage rate-നേക്കാൾ കൂടുതലാണ് marginal revenue product എന്നുണ്ടെന്നുണ്ടെങ്കിൽ the firm should hire additional unit of labor. അല്ലേ, കൂടുതലായിട്ട് ലേബർ ഉൾപ്പെടുത്താൻ അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ കൂടുതൽ ലേബർ ഉൾപ്പെടുത്താനായിട്ട് ഫേം തയ്യാറാവും. ഓക്കെ, മാർജിനൽ വാല്യൂ കൂടുതലും പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ എംപ്ലോയ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേം തയ്യാറാവും. ഇഫ് ദ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ദ വേജ് റേറ്റ്. ഓക്കെ, വേജ് റേറ്റിനേക്കാൾ കുറവാണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്താ ചെയ്യുക? ദ ഫേം ഷുഡ് ലേ ഓഫ് വർക്കേഴ്സ്. അല്ലേ, കുറേയധികം തൊഴിലാളികളെ അവരുടെ ഫേമിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരവസ്ഥ നിലനിൽക്കും. ഓക്കെ, ഓൺലി വെൻ ദ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ വേജ് റേറ്റ് ദ ഫേം എംപ്ലോയ് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് എമൗണ്ട് ഓഫ് ലേബർ. അപ്പോൾ ഇവിടെ ഈ ഫേമിൽ ലാഭം പരമാവധിയാക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ ഒരു മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ആ ഒരു ഫാക്ടറിന് വരുന്ന ചിലവും തുല്യമാകുമ്പോഴാണ്. സോ ദ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ വേജ് റേറ്റ്. ദാറ്റ് ഈസ് ദ പോയിൻ്റ് വെയർ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എമൗണ്ട് ഓഫ് labor. The profit maximizing condition is that is marginal revenue product of labor is equal to wage rate. Okay, then the diagrammatical representation is here. In the following figure, the marginal revenue product is the demand curve of the demand for labor curve. Here is marginal revenue, MRPL എന്ന് പറയുന്നതാണ് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കർവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിമാൻഡ് ഫോർ ലേബർ, ദാറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ് ഫേസ്ഡ് ബൈ ദ ഫേം ഇൻ ഇൻപുട്ട് മാർക്കറ്റ്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡഡ് ഇൻക്രീസസ് ആറ്റ് ദ വേജ് റേറ്റ് ഫാൾസ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് വേജ് റേറ്റിൽ കുറവ് സംഭവിക്കുന്നു. വേജ് കുറയുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നതിൽ എന്താണ് ഫേം തയ്യാറാവും. അപ്പോൾ വേജ് കുറയുമ്പോൾ കൂടുതൽ അവിടെ ഇൻപുട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരു ഫാക്ടർ ലേബർ ഫാക്ടർ കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കുന്നു. Because the labor market is perfectly competitive, the firm faces perfectly elastic supply curve of labor, that is SL, and can hire as many workers as it wants the wage rate W. Okay, W star എന്ന് പറയുന്നതാണ് വേജ് റേറ്റ്. ഈ ഒരു വേജ് റേറ്റിന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണ്. എത്ര തൊഴിലാളികളെ വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ എത്ര തൊഴിലാളികളെ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് കുറഞ്ഞ വേജിന് കൂടുതൽ തൊഴിലാളികളെ എംപ്ലോയ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു ഫേം തയ്യാറാവും. The profit maximizing firm will hire L star units of labor at the point where the marginal revenue product of labor is equal to the wage rate. ഓക്കെ, മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റും അതുപോലെ തന്നെ വേജ് റേറ്റ്, മാർക്കറ്റ് വേജ് റേറ്റ് എന്ന് പറയുന്നത് W സ്റ്റാർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവ രണ്ടും തുല്യമാകുന്ന പോയിന്റിലായിരിക്കും. ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് പോയിന്റ്. ഓക്കെ, the profit maximizing firm will hire L star units of labor. L star units of labor ആണ് അവരവിടെ എംപ്ലോയ് ചെയ്യിപ്പിക്കാനായിട്ട് തയ്യാറാവുക. എന്തുകൊണ്ടാണ്? ദ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റും അതുപോലെ തന്നെ വേജ് റേറ്റും തുല്യമാകുന്ന പോയിൻ്റാണ്
ഈ ഒരു എൽ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ OL എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയ് ചെയ്യിക്കുമ്പോഴാണ് ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ വൺ വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടർ ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് ദ ഫേം ഫേസ്ഡ് ബൈ ദ ഫേം in input market and the supply curve is horizontal straight line. ഇവ രണ്ടും തുല്യമാകുന്ന സപ്ലൈ കർവും അതുപോലെ തന്നെ ഡിമാൻഡ് കർവും തുല്യമാവുന്ന പോയിന്റിലായിരിക്കും ഈ ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടാവുക. സോ W സ്റ്റാർ എന്ന് പറയുന്ന വേജ് റേറ്റിന് L സ്റ്റാർ എന്ന് പറയുന്ന അത്രയും ആളുകളെ എംപ്ലോയ് ചെയ്യിക്കുമ്പോഴാണ് ആ ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡിമാൻഡ് കർവ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഓഫ് ഫേം അണ്ടർ ഇൻപുട്ട് മാർക്കറ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് ഡിമാൻഡ് കർവ് ഓഫ് ദ ഫേം അണ്ടർ ഇൻപുട്ട് മാർക്കറ്റ് ഇൻ സെവറൽ വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഇൻപുട്ട് നിലനിൽക്കുന്ന സമയത്ത് ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.